ഈ വീട് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഇന്ന് സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണ്. താടിയും ജടയും മുടിയുമായി വളർന്ന് കുളിക്കാതെയും നനയ്ക്കാതെയും ഇന്ന് റോഡെ അലഞ്ഞു നടക്കുകയാണ്. ആ മനുഷ്യൻ വളരെ ആഗ്രഹത്തോടാണ് ഈ വീട് പണിതത്. മോഹനംപിള്ള ഗുജറാത്തിലെ ഒരു വലിയ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഗുജറാത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി അടിക്കുന്ന മോട്ടറുകൾ, കംപ്രസറുകൾ, പലവിധമായ മോട്ടോർ സെറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു. എന്നാൽ ഇന്ന് ആ മനുഷ്യൻ സ്ഥിരബുദ്ധി ഇല്ലാത്തവനെ പോലെ ഇന്ന് റോഡെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. മോഹനപിള്ള നന്നാ ചെറുപ്പത്തിലെ ഗുജറാത്തിൽ പോയതാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഗുജറാത്തിൽ ചെന്ന് കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് മോഹനപിള്ള വിവാഹം കഴിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ മകളെയാണ് മോഹനപിള്ള വിവാഹം കഴിച്ചത്. ഈ പട്ടാളക്കാരന് മോഹനപിള്ളയുടെ ജോലിയും മോഹനപിള്ളയുടെ ശമ്പളവും കണ്ടുകൊണ്ടാണ് മകളെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നാൽ 4-5 വർഷം അവരുടെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. ആ ഒരു കാരണത്താൽ ഭാര്യ മോഹനപിള്ളയെ വെറുത്തു. പല മെഡിക്കൽ ചെക്കപ്പുകളും നടത്തി കഴിഞ്ഞപ്പോൾ മോഹനപിള്ളയുടെ കുഴപ്പമാണെന്ന് മനസ്സിലായി. പട്ടാളക്കാരനായ അമ്മായിയച്ഛന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പട്ടാളത്തിൽ നിന്ന് കിട്ടുമല്ലോ കോട്ട, മരുമകനും കൊടുക്കും. അങ്ങനെ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത മോഹനപിള്ള മദ്യപാനം ശീലമാക്കി. അവസാനം മദ്യം ഇല്ലാത്ത, അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി. കമ്പനിയിലെ ഏറ്റവും നല്ല ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം പോലും ജോലിക്ക് പോകാതിരിക്കാത്തവന് മോഹനപിള്ള മദ്യപാനത്തിൻ്റെ അടിമയായി പല ദിവസങ്ങളും ജോലിക്ക് പോകാത്ത സന്ദർഭങ്ങൾ വരെ ഉണ്ടായി. അവസാനം മോഹനപിള്ള ജോലിക്ക് അല്ലാത്ത കമ്പനി മോഹനപിള്ളയെ അവിടുന്ന് പിരിച്ചുവിട്ടു. ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കേണ്ട സാഹചര്യം വന്നു മോഹനപിള്ളയ്ക്ക്. പക്ഷേ കയ്യിലുണ്ടായിരുന്നൊക്കെയും കൊടുത്ത് അയാൾ കുടിച്ച് ഒരു മതോന്മത്തനായിട്ട് മാറി. അവസാനം ഭാര്യ മോഹനപിള്ളയെ വെറുത്തു. ഭാര്യയുടെ അച്ഛൻ പറഞ്ഞു, മോഹനപിള്ളയെ ഒഴിവാക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, അവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളും അവൻ്റെ സമ്പാദ്യങ്ങളും നീ കൈവശപ്പെടുത്തണം. അച്ഛൻ്റെ വാക്കിന് മുന്നിൽ മകളും അതനുസരിച്ചു. സ്നേഹം ഭാവിച്ച മോഹനപിള്ളയോട് കയ്യിലുണ്ടായിരുന്നതൊക്കെയും ഭാര്യ കൈവശപ്പെടുത്തി. അവസാനം വിവാഹമോചനം നടത്തി. മോഹനപിള്ള തെരുവിലായി. ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഭാര്യയുമായിട്ട് സ്നേഹമായിട്ട് ഇരിക്കുന്ന ആ സാഹചര്യത്തിലാണ് നാട്ടിൽ ചെറിയ വീട് പണിതത്. ആ വീട് ഇന്നും മോഹനപിള്ളയുടെ പേരിൽ കിടക്കുകയാണ്. ബാക്കിയുള്ള സമ്പാദ്യങ്ങളൊക്കെയും ഭാര്യയും ഭാര്യയുടെ അച്ഛനും കൂടെ അടിച്ചു മാറ്റി. അവസാനം മോഹനപിള്ള തലയ്ക്ക് എന്തോ വെളിവീട് പോലെ വന്ന് കുറച്ച് നാൾ ചികിത്സിച്ചു. അവസാനം മോഹനപിള്ള അവർ കൈയൊഴിയുകയായിരുന്നു. അങ്ങനെയാണ് വിവാഹമോചനം നടക്കുന്നത്. എങ്ങനെയോ ആരുടെയോ സഹായത്താൽ മോഹനപിള്ള നാട്ടിൽ വന്നു. കുറച്ച് നാൾ ആ വീട്ടിൽ താമസിച്ചു. പക്ഷേ വീണ്ടും മോഹനപിള്ളയുടെ അസുഖം കൂടി. ഇന്ന് ആ മനുഷ്യന് വഴി നിന്ന് നടക്കുകയാണ്. ആരെങ്കിലും ആഹാരം കൊടുത്താൽ അത് കഴിക്കും, കുളിക്കില്ല, നനയ്ക്കില്ല. മോഹനപിള്ള ചോറുണ്ട് തന്നെ പല വർഷങ്ങളായി. ഇന്ന് ആ മനുഷ്യൻ കഴിക്കുന്നത് വെറും കടലപ്പിണ്ണാക്കാണ്. ആരെന്ത് ജോലി പറഞ്ഞാലും ചെയ്യും. കവുങ്ങേ കയറും, തെങ്ങേ കയറും, വിറക് കയറും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറക് കയറിയാൽ അയാൾക്ക് പൈസ വേണ്ട, അല്ലെ 10 രൂപ മതി ബീഡി വാങ്ങിക്കുവാനും ഒരു ചായക്കുള്ള കാശ്. ഏത് ജോലിയും മോഹനപിള്ള ചെയ്യും. ചെയ്യുന്ന ജോലിയുടെ കൂലി അയക്ക് വേണ്ട. പലരും പൈസ വെച്ച് നീട്ടും.
അയാളൊന്നും മിണ്ടത്തില്ല, ആരോടും ഒന്നും സംസാരിക്കുകയില്ല. എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വാക്കൊന്ന് മൂളുക മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. സ്വന്തമായ വീടുണ്ടായിട്ടും മോഹനപിള്ള ഇന്ന് സ്കൂളിൻ്റെ വരാന്തയിലും കടത്തിണ്ണയിലുമാണ് ഇന്ന് കിടക്കുന്നത്. പലപ്പോഴും പല ദിവസങ്ങളും രാവിലെ വന്ന് മോഹനപിള്ള വീടിൻ്റെ വാതിൽക്കൽ ഈ വീട്ടിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കും, എന്നിട്ട് അവിടുന്ന് പോകും. അതാണ് മോഹനപിള്ളയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വീട്ടിൽപ്പെട്ടവരൊക്കെയും മോഹനപിള്ളയെ ചികിത്സിച്ചു, പക്ഷേ ആ ചികിത്സ കൊണ്ട് രോഗം ഭേദമായില്ല. അപ്പം നാട്ടിൽ സംസാര വിഷയം മോഹനപിള്ളയുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് ഭാര്യയുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവുകളാണ് മോഹനപിള്ള ഈ അസുഖം വരാൻ കാരണം എന്തോ ചെയ്തു ദോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല.